ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ടോ? പരിഹാരം. ദൃഷ്ടിദോഷത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് അത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പല യുക്തിവാദികളും അത് സത്യമല്ല എന്ന് പറയും. പിന്നെ സ്വന്തം അനുഭവത്തിൽ അത് വരുമ്പോൾ അത് അനുഭവയോഗ്യമാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദൃഷ്ടിദോഷം എന്ന് പറയുന്ന ഒന്നുണ്ടോ, അത് ബാധിക്കുന്നുണ്ടോ, അത് സത്യമാണോ എന്നൊക്കെയാണ്. എന്തായാലും അതിലൊരു പരിഹാരമുണ്ട്. ദൃഷ്ടിദോഷം ബാധിച്ച പല ആളുകളും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ദൃഷ്ടിദോഷം, കണ്ണേറ് ഇവയൊക്കെ ബാധിച്ചാൽ നമ്മുടെ സ്ഥൂല സൂക്ഷ്മ മാനസിക ശരീരങ്ങളെ, ഒരു വ്യക്തിക്ക് ഒരു ദൃഷ്ടിദോഷം ബാധിച്ചാൽ അയാളുടെ എല്ലാ പ്രജ്ഞയും ഇല്ലാണ്ടാവും, അയാളുടെ എല്ലാ കഴിവുകളും നശിച്ചു പോകും. അപ്പം സ്ഥൂല സൂക്ഷ്മ മാനസിക ശരീരങ്ങളെ ബാധിക്കുകയും മാനസിക ആരോഗ്യ സാമ്പത്തിക ദാമ്പത്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എല്ലാത്തിനെയും ബാധിക്കാതെ ദാമ്പത്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുമൂലം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലും പല തലത്തിലും ഒക്കെ ബാധിക്കുന്നതാണ് ഈ ദൃഷ്ടിദോഷവും കണ്ണേറും നാവേറും ഒക്കെ. പഠനത്തെ ബാധിച്ചാൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി നന്നായിട്ട് പഠിച്ചു വന്ന വിദ്യാർത്ഥി, നല്ല പഠനത്തിൽ ബ്രില്യൻ്റ് ആയിരുന്ന വിദ്യാർത്ഥി, അവനിങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാർത്ഥികളുടെ പഠനമൊക്കെ ഭയങ്കരമായിട്ട് അലസത ഉണ്ടാവാം. പഠനത്തിൽ മോശമാവുന്നതിനോടൊപ്പം പഠിക്കാൻ പറ്റാണ്ട് എപ്പോഴും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുക, പഠിച്ചാൽ മാർക്ക് കിട്ടാതിരിക്കുക, നിരന്തരമായിട്ട് പഠനത്തിൽ അലസത ഉണ്ടാവുക, ജോലിയിൽ നല്ല ഉയർച്ചയും ജോലിയിലും മിടുക്കനും നല്ല ശമ്പളവും എല്ലാം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അയാൾക്ക് ദൃഷ്ടിദോഷം ബാധിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷം ബാധിച്ചു. സമയദോഷം വരുമ്പോഴും ഗ്രഹദോഷങ്ങൾ വരുമ്പോഴുമാണ് ഇത് കൂടുതൽ ബാധിക്കുക. ആ സമയത്ത് ഇതൊക്കെ വിട്ട് അയാൾ ജോലിക്കൊന്നും പോകാണ്ടാവുന്നു, ജോലി വിട്ട് കളയുന്നു, അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് മനസ്സിലാക്കാം. അതിന് രജോ തമോ പ്രധാനങ്ങളായ ഒരു ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ, രജോ തമോ പ്രധാനമായൊരു ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ അതാണ് ദൃഷ്ടിദോഷമാകുന്നത്. അതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗാമന്ത്രം ദിവസവും 2 നേരം 108 ഒരു വീതം ജപിക്കുക, പാരായണം ചെയ്യുക. അപ്പോൾ ദൃഷ്ടിദോഷവും ശത്രുദോഷവും ഒക്കെ നമുക്ക് മാറി അത് 2 നേരം വേണം ജപിക്കാനായിട്ട്. കഴിയുന്നതും 2 നേരം 108 വീതം ജപിക്കാം. ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന മന്ത്രം, ഓം ഹ്രീം ദും ദുർഗായേ നമ, ഈ മന്ത്രം നിങ്ങൾ നിത്യവും 2 നേരം വെച്ച് 41 ദിവസം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ, 108 ഒരു 2 നേരം ജപിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദൃഷ്ടിദോഷമൊക്കെ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതാണ്. ഇനി അങ്ങനെ ബാധിക്കുമെന്ന് തോന്നുന്നവർക്കും ഇത് ജപിക്കുന്നതിന് വിരോധമില്ല. ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന് നിത്യവും നമുക്ക് ജപിക്കാം.